Hortus Malabaricus, Heritage International Exotic Aqua Pet Show and Mango Fest. പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച. ഗ്രേ പാരറ്റ്, സെനഗൽ പാരറ്റ്, ബ്രോയിഡഡ് പാരറ്റ്, സൺ കോണർ, ജാൻഡെ കോണർ, നദ്യ കോണർ, പേർലി കോണർ, ബ്ലൂ യെല്ലോ സൈഡഡ്, ഗ്രീൻ ചീക്ക്, ബ്ലൂ മോങ്ക്, റെയിൻബോ ലോറിക്കീറ്റ്, റെഡ് കളേർഡ് ലോറിക്കീറ്റ്, 5 type finch, ferret, sugar glider, hedgehog, python, iguana red, iguana green, 5 type pheasant, 5 type rare fancy hen, 5 type rare pigeons, turkey, tarantula spider. വരിക, ആസ്വദിക്കുക. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 60 രൂപ, കുട്ടികൾക്ക് 40 രൂപ. മെയ് 21 ആരംഭിക്കുന്നു. ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ. ഡിവൈഎഫ്ഐ തെക്കേ 4 വഴി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി. ഡിവൈഎഫ്ഐ തെക്കേ 4 വഴി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും പഠനോത്സവവും പച്ചക്കറി തൈ വിതരണവും സംഘടിപ്പിച്ചു. പരിപാടി പറവൂർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ ഉദ്ഘാടനം ചെയ്തു. ഈ പുരാണത്തിലൊക്കെ പറഞ്ഞ പോലെ ഈ നാരീ സ്പർശനേക്കാത്ത ഒരു മരുഭൂമി പോലെ കിടക്കുകയായിരുന്നു ബോയ്സ് സ്കൂൾ. ആ ബോയ്സ് സ്കൂളിലേക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാവരും പോയി ചിരാതുകളൊക്കെ തെളിയിച്ച് നല്ല സുന്ദരി കുട്ടികൾ നല്ല യൂണിഫോമിൽ വരുമ്പോൾ ഏത് കുട്ടിക്ക് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് സ്കൂൾ യൂണിഫോമിൽ വരുമ്പോൾ, അല്ലേ? നമ്മുടെ കേരള സാരിയിലൊക്കെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ വരുമ്പോൾ ഇത് പ്രത്യേക ഒരു ഐശ്വര്യവും സൗന്ദര്യമൊക്കെ ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ സ്കൂൾ കുട്ടികൾ യൂണിഫോമിൽ വരുമ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യാം, ഒരേപോലെ എല്ലാ കുട്ടികളും. അപ്പൊ അതേപോലെ കുട്ടികൾ 1, 2, 3, 4, 5 നടന്നു വരിക, ഓരോരുത്തരെ കൊണ്ട് ചിരാതെ കളിക്കും. ഞങ്ങളെല്ലാവരും അവിടെ ബാൻഡൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി തകർപ്പൻ ചവറ് പോലെ കുട്ടികൾ ചേർന്നു. സ്കൂളിന്റെ പറ്റാത്ത സൗകര്യം മാറി. ഇപ്പൊ ഇവിടെ ഒരു UST ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു IT കമ്പനി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ്. IT കമ്പനി 1 കോടി രൂപ കൊടുത്തേക്കാണ് ഒരു 7th ഗ്രൗണ്ട് പണിയാൻ ബോയ്സ് സ്കൂളിൽ. ഒരു കോടി രൂപ. സർക്കാർ ജെൻഡർ ഇക്വാലിറ്റി പോളിസിയിൽ ഫിക്സഡ് സ്കൂളാക്കി. ഇപ്പൊ മറ്റു പൂർവ്വ വിദ്യാഭ്യാസ സംഘടനകൾ ധാരാളം അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ നയത്തിന്റെ പോസിറ്റീവ് വശങ്ങളുടെ തണൽ പടർന്നുയർന്ന് 46 കുട്ടികളിൽ നിന്ന് ഇന്ന് 550 കുട്ടികൾ പഠിക്കുന്ന പറവൂരിലെ ഒരു വലിയ രാജകീയ പഴയ പ്രൗഢി തിരിച്ചു പിടിക്കുന്ന രാജകീയ വിദ്യാഭ്യാസ കലാലയം, വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട്, വിദ്യാലയമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മാറി. പല സ്കൂളുകളും സ്ഥിതിയാണ്. ഗേൾസ് സ്കൂളും VL രാധാകൃഷ്ണൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ആകർഷ് A. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പഠനോപകരണ വിതരണം ഡിവൈഎഫ്ഐ പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് BS സന്ദീപ് നിർവഹിച്ചു. CPM ടൗൺ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി VP ചെയിൻ, ഡിവൈഎഫ്ഐ ടൗൺ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് മിജോഷ്, ഡിവൈഎഫ്ഐ ടൗൺ വെസ്റ്റ് മേഖലാ സെക്രട്ടറി CB ആദർശ്, CPIM ബ്രാഞ്ച് സെക്രട്ടറി H. സന്ദീപ്, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ലോകവ്യാപകമായ പഠനം. അപ്പൊ ജെൻഡർ ഇക്വാലിറ്റി പോളിസി കൊണ്ടുവന്നിട്ട് പറഞ്ഞു പറവൂരിൽ ഗവൺമെന്റ് ബോയ്സ്, കൊടുങ്ങല്ലൂരിൽ ഗവൺമെന്റ് ബോയ്സ്, ഗവൺമെന്റ് ഗേൾസ് പല സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 16 സ്കൂളുകളെ കേരളത്തില് ഈ ജെൻഡർ ഇക്വാലിറ്റി പോളിസിയുടെ ഭാഗമായിട്ട് മിക്സഡ് സ്കൂളാക്കി മാറ്റാൻ സർക്കാർ തീരുമാനിച്ചു. ശിവൻകുട്ടി മിനിസ്റ്ററുടെ കാലത്താണ്, ഈ സർക്കാരിന്റെ കാലത്ത് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ആദ്യം അപേക്ഷ കൊടുത്തു, അല്ലേ? ബോയ്സ് ഗേൾസുകാർക്കൊക്കെ ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായി, പക്ഷെ അതിന്റെ കൂടെ എന്തായി, 150 വർഷം പഴക്കപ്പെട്ട സ്കൂളിൽ 64 കൊല്ലം മുമ്പ് സാവത്ത് ലക്ഷ്മണനൊക്കെ അവിടെ പഠിച്ചിരുന്നു, പഴയ MP. ന്യൂസ് ബ്യൂറോ പറവൂർ.